കേരള PSC HSI മാത്തമാറ്റിക്സിലെ മെട്രിക്സ് ആൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനമായപ്പം അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോസിന് ഒത്തിരി ലെങ്ത് ആയത് കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻറ്റ് മെട്രിക്സ്. ഓക്കെ, നമുക്ക് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് ഐ ഈക്വൽ ടു ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി adjoint of the product AB equal to adjoint of B into adjoint of A. അതായത് നമുക്ക് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഇവിടെ എയും ബിയും n/n മെട്രിസസ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി അഡ്ജോയിൻ്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു n-1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് കെ ടൈംസ് എ എന്ന് പറയുന്നതും കെ റേസ് ടു n-1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി adjoint of a raised to m equal to adjoint of a the whole raised to m. അതായത് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ആപ്ലിക്കേഷൻ ആണിത്. ഇവിടെ എ ഇൻറ്റു എ എന്ന് വന്നാൽ എന്ത് വരും? അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ തന്നെയല്ലേ വരിക. അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ആ പ്രോപ്പർട്ടീസ് എമ്മിൽ പറഞ്ഞതാണ്. എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു എം. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോപ്പർട്ടിയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. 6-1 ഇത് ഓൾറെഡി പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു എന്താ റിസൾട്ട്? ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ എൻ. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി സെവൻത് പ്രോപ്പർട്ടി ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം അതിൽ നിന്ന് ഒരുപാട് തവണ PSC എക്സാമിന് എന്നെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പം 8th ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ. നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ അഡ്ജോയിൻ്റ് എന്തായിരിക്കും അതാണ് ചോദിക്കുന്നത്. which is equal to determinant of a raised to n-2 times a. Okay, determinant of a raised to n-2 times a where a not equal to 0. ഇവിടെ ഓക്കെ, ഇവിടെ എത്ര മതി? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം, എന്നാലേ ഈ ഒരു ഡിവിഷനൊക്കെ പോസിബിൾ ആവണം. അതും കൂടെ എഴുതി വെക്കാം. ഓക്കെ, ഇത് അങ്ങനെ ചോദിക്കാറില്ല. ഹയർ ആയിട്ട് സെറ്റ് എക്സാമിനും നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കുന്ന റിസൾട്ടുകളാണ്. പക്ഷേ എപ്പോഴൊക്കെയോ ആയിട്ട് ഈ അഡ്ജോയിൻറ്റിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അഡ്ജോയിൻ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റാണ് നോക്കുന്നത്. അഡ്ജോയിൻ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു n-1 ദ ഹോൾ സ്ക്വയർ. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു 9 പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ അഡ്ജോയിൻ്റ് ഓഫ് ഐ ഈക്വൽ ടു ഐ, അഡ്ജോയിൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ, അഡ്ജോയിൻ്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു n-1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ, അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു എം ഈക്വൽ ടു adjoint of a raised to m, and adjoint of a transpose equal to adjoint of a the whole transpose. A into adjoint of a equal to determinant a into in, determinant of adjoint of a equal to determinant of a raised to n-1, and adjoint of a equal to determinant of a raised to n-2 into a. Then determinant of adjoint of a equal to determinant of a the whole raised to n-1 the whole square. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസും കൂടി പറയുകയാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തത്
inverse of a square matrix, inverse of a square matrix, if it exists is unique, if it exists is unique. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഏകമാത്ര പ്രതിലോമമേ ഒരു സമചതുര മെട്രിക്സിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, എ സ്ക്വയർ മെട്രിക്സ് ഈസ് ഇൻവേർട്ടബിൾ if and only if determinant A is not equal to 0, that is A is non-singular. അല്ലേ, ഒരു സിംഗുലർ അല്ലാത്ത മെട്രിക്സിന് മാത്രമേ പ്രതിലോമം ഉണ്ടാവുകയുള്ളൂ. ഇനി പ്രതിലോമം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അത് എ എന്ന് പറയുന്നത് ഒരു സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോർത്ത് വൺ എ ട്രാൻസ്പോസ് the whole inverse equal to A inverse the whole transpose. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം കെ എ അത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. കെ എ the whole inverse equal to K inverse A inverse ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/K ടൈംസ് A inverse ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. കെ എ the whole inverse equal to 1/K into A inverse ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എ ബി the whole inverse equal to B inverse into A inverse ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ടും കൂടെ പറഞ്ഞു, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ. നമ്മൾ ഈഗൻ വാല്യൂസ് ഒക്കെ വരുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ അതിൽ വീണ്ടും പഠിച്ചു. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ആണ്, ലെറ്റ് എ ബി നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3, ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു. അതായത് എ എന്ന് പറയുന്നത് ഒരു സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ 3/3 ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് എയുടെ സാരണി എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാം. നമുക്ക് ഓൾറെഡി അറിയുന്ന റിസൾട്ട് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ n എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു 3-1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് കാണാതെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ. നെക്സ്റ്റ് വൺ, if B is a non-singular matrix and A is a square matrix such that B inverse AB exists, then determinant of B inverse AB is equal to. എന്താണ് ക്വസ്റ്റ്യൻ? B എന്ന് പറയുന്നത് ഒരു സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു സമചതുര മെട്രിക്സ് ആണ്. എന്താണ് പ്രത്യേകത? ബി ഇൻവേഴ്സ് എ ബി എന്ന പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതെല്ലാം ഒരേ ഓർഡറിലുള്ളതാണെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് എ ബി ഇതെല്ലാം സമചതുര മെട്രിക്സ് ഓഫ് ഓർഡർ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് എ ബി എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് എ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡിറ്റർമിനൻ്റിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അറിയുന്നൊരു കാര്യം എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് എന്താണ്? 1/ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്, ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. ഇതൊക്കെ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഡിറ്റർമിനൻ്റ് ഓഫ് ബി 1 ആയിപ്പോയി. 1/ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ദിസ് ഇസ് ദ ആൻസർ. സോ ആൻസർ സി ആണ്. Next, if A is a non-singular matrix and A square equal to I, then A inverse is. A inverse എന്തായിരിക്കും? നമുക്ക് A square equal to I ആണെന്ന് തന്നിട്ടുണ്ട്. A square equal to I ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A into A equal to I എന്ന് എഴുതാം അല്ലേ. അപ്പം നമുക്കറിയാം ഒരു മെട്രിക്സും അതായത് എ ബി ഈക്വൽ ടു ഐ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. ഓക്കെ, എ ഇൻറ്റു ബി, ബിയുടെ സ്ഥാനത്ത് ആര് തന്നെയാണുള്ളത്? എ. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആര് തന്നെയാണ്? എ തന്നെയാണ്. സോ ദ ആൻസർ ഈസ് എ. ഓക്കെ.
Next question, if a equal to log x minus 1 minus log x 2 and if determinant a equal to 2 then the value of x is. അതായത് നമുക്കൊരു സമചതുര മെട്രിക്സ് തന്നിട്ടുണ്ട്. log x മൈനസ് 1 മൈനസ് log x 2 എന്നാണ്. അതിൻ്റെ സാരണി 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇതൊന്നും ഹയർ മാത്തമാറ്റിക്സ് അല്ല കേട്ടോ, ഇതെല്ലാം +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു എന്താ വരുന്നത്? log x മൈനസ് 1 മൈനസ് log x 2 which is equal to 2 log x മൈനസ് log x. ഓക്കെ, ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുള്ള കാര്യം 2 log x മൈനസ് log x എന്ന് പറയുന്നത് അതാണ് ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെഴുതാം? 2 log x മൈനസ് log x ഈക്വൽ ടു log x, which implies log x ഈക്വൽ ടു 2 to the base e കൊടുക്കുന്നു. log x ഈക്വൽ ടു 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പോണൻഷ്യൽ എടുക്കാം അല്ലെ, രണ്ട് സൈഡിലും. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to 2 കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് ബി. Next question, if a equal to 5, 5 alpha, alpha, 0 alpha, 5 alpha, 0, 0, 5. If determinant of a square equal to 25, then modulus of alpha equal to. അതായത് നമുക്ക് എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ സ്ക്വയർ മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതായത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ഡയഗണലിലെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിറ്റർമിനൻസിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ എൻട്രീസ് ആണ്, ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ സ്ക്വയർ ഈക്വൽ ടു 25 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞേ മെട്രിക്സ് എ ഈക്വൽ ടു തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ് 5, 5 ആൽഫ, ആൽഫ, പിന്നെ 0 ആൽഫ, 5 ആൽഫ, 0, 0, 5. അങ്ങനെയാണെങ്കിൽ ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഈ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു എന്തെഴുതാം? 5 ഇൻറ്റു 5 ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആൽഫ എന്ന് എഴുതാം. ഇനി നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തറിയാം? ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണെന്നറിയാലോ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയറിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 25 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ത് കിട്ടുള്ളൂ? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25, അതായത് +or-5 എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി ആൽഫയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താണ്? 25 ആൽഫയാണെന്ന്. അപ്പം നമുക്ക് കിട്ടി ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ +or-5 ആണെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തുകൂടെ നമുക്ക്? അതായത് 25 ആൽഫ ഈക്വൽ ടു +or-5 എന്ന് കിട്ടും. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? +or-5 ഡിവൈഡഡ് ബൈ 25, അതായത് 1/25, സോറി 1/5 +or-, ഉണ്ടേ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മോഡുലസ് വാല്യൂ ഓഫ് ആൽഫ. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ എന്താ കിട്ടാം? 1/5. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. a ഈക്വൽ ടു 1, 2, 0, -1, 1, 2, 2, -1, 1 ആയാൽ മോഡുലസ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന റിസൾട്ട് ആദ്യം എഴുതാം. നമുക്ക് എന്താ റിസൾട്ട് അറിയുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു n മൈനസ് ഒരു മിനിറ്റ് അഡ്ജോയിൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു n - 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടില്ലേ, മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താണെന്ന് നോക്കാം നമുക്ക്.
ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു ഇവിടെ കണ്ടുപിടിക്കാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 1 + 2 3 -2 × -1 -4 that is -5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 + 10 13 ആണ്. 13 വെച്ചിട്ടല്ലേ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ 13 വെച്ചിട്ടാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉറപ്പിക്കാം നമുക്ക് എന്താ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്കിതിൽ ഇക്വേഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. adjoint of a ഈക്വൽ ടു 13 എന്ന് പറഞ്ഞാൽ എത്രയാ 3 ആണ്. 3 - 1 the whole square that is equal to 13 square that is equal to 4. 13 ഇല്ലേ D, ഓപ്ഷൻ D. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഡെൽറ്റ ഈക്വൽ ടു a11 a12 a13 a21 a22 a23 a31 a32 a33 ആൻഡ് aij ഈസ് കോഫാക്ടേഴ്സ് ഓഫ് aij then the value of delta is given by. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ aij എന്ന് പറയുന്ന ക്യാപിറ്റൽ aij എന്ന് പറയുന്നത് ഈ aij എന്ന് പറയുന്ന എലമെൻസിൻ്റെ കോഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ സാരണി എന്തായിരിക്കും ഈ കോഫാക്ടറിൻ്റെ ടേംസിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. a11 a31 a12 a32 പ്ലസ് a13 a13 ഈക്വൽ ടു അല്ല ദാറ്റ്സ് ഓൾ. a11 a11 പ്ലസ് a12 a21 പ്ലസ് a13 a31 a21 a11 പ്ലസ് a22 a12 പ്ലസ് a13 a23 a13. ഇത് a13 ക്യാപിറ്റൽ a13 പ്ലസ് a23 ക്യാപിറ്റൽ a23 പ്ലസ് a33 ക്യാപിറ്റൽ a33. ഇതിൽ ഏതാ വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എലമെൻറ്റും അതിൻ്റെ തന്നെ കോഫാക്ടറിൻ്റെയും ഗുണനഫലത്തിൻ്റെ തുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ a11ൻ്റെ കോഫാക്ടർ അല്ല ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. ഇവിടെയോ ഇവിടെ നോക്കി ഇതാ തെറ്റിപ്പോകരുത് കേട്ടോ, ഇത് രണ്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. a12 എന്ന് പറയുന്നതല്ല ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇതും ആവില്ല, ഇതും ആവില്ല. ഇത് നോക്കിയേ 13 13 23 23 233 ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇനിയുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദ മെട്രിക്സ് ഹാസ് നോ ഇൻവേഴ്സ്. അതായത് നിങ്ങൾക്ക് കെയുടെ വാല്യൂ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് അതൊരു സിംഗുലർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഇതൊക്കെ 3/3 ചോദിച്ചെന്ന് വരാം കേട്ടോ. നമുക്ക് എന്ത് വരാം? വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് 4k minus 3 into 6 equal to 0. That is 4k equal to 6 implies k equal to 6/4. That is equal to 3/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം തുടങ്ങാം. അതിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് +2 ബുക്കിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ പെർഫോം ചെയ്യാം. അപ്പോൾ ഇന്നത്തോടുകൂടെ ഈ ഒരു വീഡിയോയോടുകൂടെ നമ്മളുടെ +2 ടോപ്പിക്സ് അവസാനിച്ചു. ഇനി നമ്മൾ ഹയർ ടോപ്പിക്സിലേക്ക് പോവുകയാണ്, അതായത് ഡിഗ്രി ടോപ്പിക്സിലോട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെട്രിക്സ് ഒക്കെ അല്ലേ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും മെട്രിക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ എല്ലാവരിലേക്കും എത്താൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെടുക്കുന്ന എഫേർട്ടിന് എന്തായാലും ഫലം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് വരട്ടെ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം. അപ്പം ഓക്കെ, താങ്ക് യു.